നിവിന്റെ കംബാക്ക് ആയിരിക്കും ഉറപ്പായിട്ട്. നമ്മൾ വിചാരിച്ച കണക്കല്ല. സീരിയസ് ടോപ്പിക്കും കോമഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഇതുവരെ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ തിയേറ്റർ ഇളക്കി മറിച്ച നിതിൻ മോളി തരംഗത്തിന് ശേഷം കേരളം കത്തിക്കാനായി ആൽപ്പറമ്പിൽ ഗോപി എത്തുന്നു ഡിജോ ജോസ് ആന്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ. പടം കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളൊരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ മലയാളി ഫ്രം ഇന്ത്യ ഫസ്റ്റ് ഇംപ്രഷൻ. പടം നമ്മൾ വിചാരിച്ച കണക്കല്ല. ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. കോമഡി പ്ലസ് നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പടം തിയേറ്റർ ഫസ്റ്റ് ഹാഫ് ഹെവിയാണ്. പടം ഫുള്ള് കോമഡി ഉണ്ട്, ഒരുപാട് കൈയടിക്കുന്ന രംഗങ്ങളുണ്ട്. എന്റർടൈൻമെന്റും ഉണ്ട്, എന്റർടൈൻമെന്റ് പ്ലസും ഉണ്ട്. നമ്മൾ ജനഗണമന കണക്ക് തന്നെ നല്ലൊരു ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ട്. രാഷ്ട്രീയം നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം പടം ഹെവി ആയിട്ട് വർക്കൗട്ട് ആവുന്ന ഈ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫും പോയാൽ ഹെവി ആയിട്ട് വർക്കൗട്ട്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? നിവിൻ പോളി കിട്ടില്ല. കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി ടൈമിങ്ങും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ പ്രൊമോ ഒക്കെ കണ്ടാൽ ഒരു ഫണ്ണാണോ നിവിന്റെ? അല്ല, വ്യത്യസ്തമായ ഒരു കണ്ടന്റ് കൈകാര്യം ചെയ്തു. ഇത്തിരി മെച്ചുവർ ആയിട്ടുള്ള കണ്ടന്റ് കൈകാര്യം ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് പോകണം. ഓക്കെ, എങ്ങനെയാണ്? പൊളിറ്റിക്കൽ സെറ്റ് റോസ്റ്റാണ് സെക്കൻഡ് ഹാഫ് നോക്കുന്നത്. നമ്മൾ പ്രൊമോ കണ്ട ഒരു കോമഡി ടച്ച് ആണോ അതോ വേറൊരു രാഷ്ട്രീയ ആക്ഷേപവാസിയാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. സെക്കൻഡ് ഹാഫ് നോക്കിയിട്ട് പറയാം. നിവിന്റെ പെർഫോമൻസ് ഒക്കെ ഗംഭീരം. ഫുൾ കോമഡിയാണ്, എല്ലാ ഡയലോഗ്സും അടിപൊളിയാണ്. ഓക്കെ, നിവിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പഴയ ഒരു നിവിൻ പോളി വൈബ് അടിച്ചോ? കോമഡി ആയിരുന്നു, പിന്നെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിനൊക്കെ പറ്റിയിട്ട്. ഒരു സീരിയസ് ടോണിലാണോ പോകുന്നത് അതോ ഫുൾ ഫണ്ണായിട്ടാണോ പോകുന്നത്? സീരിയസ് ഉണ്ട്, മിക്സ് ഉണ്ട്. ഓക്കെ, അതോ അത്ര അങ്ങനെയല്ല, ഒരു സീരിയസ് എപ്പോഴത്തെ മതവും രാഷ്ട്രീയമൊക്കെ പറയുന്ന ഒരു സിനിമ. പൊളിറ്റിക്സ് കൂടുതലും പൊളിറ്റിക്സ് ആണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചത്. ഓക്കെ, പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് നിവിൻ പോളിയും ധ്യാനം കൊള്ളാം, അടിപൊളി. എങ്ങനെ എൻഗേജിങ് ആണ്? ഫുള്ള് എൻഗേജിങ് ആണ്. അത്ര കോമഡി നമ്മൾ പ്രതീക്ഷ കോമഡി അല്ല, കൂടുതൽ സീരിയസ് പൊളിറ്റിക്സ് ആണ് ചർച്ച. സീരിയസ് ടോപ്പിക് ആണല്ലേ? സീരിയസ് ടോപ്പിക് എപ്പോഴത്തെ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. ഓക്കെ, വർക്കായി എല്ലാവർക്കും വർക്കായി, കുഴപ്പമൊന്നും. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്നൊക്കെ പറയാം. പിന്നെ ഫസ്റ്റ് ഹാഫ് എല്ലാ സ്റ്റോറിയും പിന്നെ കോമഡി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള. നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടപ്പോൾ ഒരു കോമഡിയാണ്. കോമഡിയാണ്. പിന്നെ ടീസർ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ലെവല് ഫിലിമാണ്. ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി അറിയാം. ആ ഒരു സീരിയസ് ടോപ്പിക് കോമഡി മിക്സ് ചെയ്ത് എങ്ങനെ? സീരിയസ് ടോപ്പിക്കും കോമഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഇതുവരെ ഫസ്റ്റ് ഹാഫ്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? നിവിന്റെ കംബാക്ക് ആയിരിക്കും ഉറപ്പായിട്ട്. ഓക്കെ, നല്ല പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. നമ്മളെങ്ങനെ കണ്ടോലൊരു കോമഡിയാണോ പ്രതീക്ഷിച്ച സംഭവം അതോ സീരിയസ്? അല്ല, കൂടുതൽ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീമായിട്ടാണ് ഡിജോ ജോസ് എടുത്ത് വെച്ചേക്കുന്നത്. എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം. നോർമൽ ഒരു മൂവിയാണ്. പിന്നെ പൊളിറ്റിക്സ് ആണ് കൂടുതലും റിലേറ്റഡ് ആയിട്ടുള്ളത്. ജനഗണമനയുടെ ഡയറക്ടറാണല്ലോ. നമ്മൾ പ്രൊമോയിൽ കണ്ടോലൊരു ഫണ്ണ് എന്റർടൈൻമെന്റ് ആയിട്ട് മൂഡിലാണ്. ഫണ്ണൊക്കെ ഉണ്ട്, ഫണ്ണും ഉണ്ട്, പൊളിറ്റിക്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ പൊളിറ്റിക്സും നോർമലായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം കണ്ടുകൊണ്ടിരിക്കാൻ. നോർമൽ